ദേവിയുടെ ആർത്തവം ആഘോഷമാക്കുന്ന ഒരു ക്ഷേത്രം. അസമിലെ ഗുവാഹത്തിയുടെ പടിഞ്ഞാറൻ മേഖലയിൽ നീലാചൽ എന്ന കുന്നിൻമുകളിലുള്ള ദേവീക്ഷേത്രമാണ് കാമാഖ്യ. സതീദേവിയുടെ ശക്തിചൈതന്യം അതിന്റെ ഉഗ്രരൂപത്തിൽ ഇവിടെയുണ്ടെന്നാണ് വിശ്വാസം. അച്ഛൻ ദക്ഷൻ നടത്തുന്ന യാഗത്തിന് പരമശിവന്റെ ഇഷ്ടമില്ലാതെ സതി പോകുമ്പോൾ അവൾക്കുറപ്പുണ്ടായിരുന്നു ഏകയും നീട്ടി അച്ഛൻ സ്വീകരിക്കുമെന്ന്. പക്ഷേ അത് വെറുതെയായി. സതിയെ ദക്ഷൻ അപമാനിച്ചു. അതിന്റെ ദുഃഖം താങ്ങാനാകാതെയാണ് സതി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കിയത്. സതിയുടെ കത്തിക്കരിഞ്ഞ ശരീരം കയ്യിൽ എടുത്തു ലോകം മുഴുവൻ അലഞ്ഞു നടന്ന ശിവനെ അതിൽ നിന്നു പിന്തിരിപ്പിക്കാൻ മഹാവിഷ്ണു സതിയുടെ ശരീരം പല കഷ്ണങ്ങളാക്കി നുറുക്കി ഓരോ ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞു. അതിൽ സതിയുടെ യോനി ഭാഗം വീണ സ്ഥലമാണ് പിന്നീട് കാമാഖ്യ ക്ഷേത്രമായി പ്രശസ്തിയാർജിച്ചത്. ഇവിടെ ദേവി കാമാതുരയും സ്ത്രൈണശക്തിയുടെ കേന്ദ്രവുമായി കരുതപ്പെടുന്നു. സന്താന സൗഭാഗ്യത്തിനായി ഇവിടെ വന്നു ഭജനമിരിക്കുന്നവർ നിരവധിയാണ്. ഒരുപാട് ആചാരങ്ങൾ നിലനിൽക്കുന്ന ക്ഷേത്രമാണ് കാമാഖ്യ. ദേവിയുടെ ആർത്തവ ദിനങ്ങളിലാണ് ഇവിടെ പ്രശസ്തമായ അംബുബാച്ചി മേള നടക്കുന്നത്. ഈ സമയത്തു ക്ഷേത്രത്തിനരികിലുള്ള ബ്രഹ്മപുത്ര നദി പോലും ചുവക്കും എന്നാണ് സങ്കല്പം. ക്ഷേത്രത്തിനുള്ളിലൂടെ ഒഴുകുന്ന നീരുറവയ്ക്കു പോലും ഈ ചുവന്ന നിറം പടരും. ഇത് പ്രസാദമായി സ്വീകരിക്കാനും നല്ല തിരക്കാണ്. ഈ സമയത്ത് ആദ്യ 3 ദിവസം ദേവീദർശനം സാധ്യമല്ല. ആ സമയത്ത് നട അടഞ്ഞു കിടക്കുകയാവും. ഈ 3 ദിവസവും ക്ഷേത്ര പരിസരത്ത് ഉത്സവ പ്രതീതിയാണ്. 4ാം ദിവസം നട തുറന്നു പൂജകൾ തുടങ്ങും. അന്ന് ഇവിടെ നിന്ന് ഭക്തർക്കു ചുവന്ന നിറമുള്ള തുണി പ്രസാദമായി ലഭിക്കും. ഇത് ഭക്തർ ദിവ്യമായി കരുതുന്നു.